ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയെ തേടി പോലീസ് ഇന്ദ്രൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയും മകനും ഭയങ്കര അഭിനയം പോലീസിൻ്റെ മുന്നിൽ വെച്ച്. അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞു. പക്ഷേ ആ മേഡം അത് കേൾക്കാനോ വിശ്വസിക്കാനോ തയ്യാറാകുന്നില്ല. അവസാനം കരഞ്ഞ് കാല് പിടിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി രാജലക്ഷ്മി. പല്ലവി എവിടെയുണ്ടെന്ന് നിൻ്റെ മകൻ അറിയാം, ഇവൻ പറയുമെന്ന് പറഞ്ഞ് രാജലക്ഷ്മിയോട് പറയാം. ഇവനെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. അപ്പം എടാ മേഡത്തിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് കൊടുക്കണം, നിനക്കറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയുമ്പോൾ സത്യം ചെയ്യലും കാല് പിടിക്കലൊക്കെ ഈ വീട്ടിലെ സെർച്ച് കഴിഞ്ഞതിന് ശേഷം ആകാമെന്ന് മേഡം പറഞ്ഞു. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അവർ പ്രൊസീഡ് ചെയ്യാണ്. അങ്ങനെ പോലീസുകാർ വീട് മുഴുവൻ കയറി ഇറങ്ങി തപ്പി പെറുക്കി നോക്കി. പക്ഷെ അവിടെ ഒന്നും പല്ലവിയെ കണ്ടില്ല. അപ്പോൾ പോലീസുകാരെല്ലാം നോക്കിയിട്ട് ഇവിടെയൊന്നും ഇല്ല മേഡം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. വെറുതെ ഈ പോലീസുകാരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു. എന്താ മേഡം ഇതെന്ന് ചോദിച്ച് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ പല്ലവി ഇവിടെയില്ല, പക്ഷെ എവിടെയോ ഉണ്ട്. അത് നിങ്ങളുടെ മോന് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യവും മേഡം പറയാം. എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മേഡം ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. പറയടാ, പല്ലവി എവിടെയാ ഉള്ളത്? എന്താ ഇന്ദ്ര, നിനക്ക് ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല മേഡം, അവൾ എവിടെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ. നിനക്കറിയാം, നിനക്കേ അറിയൂ, അത് നിന്റെ കണ്ണുകളിൽ നോക്കി എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പം എടാ ഇന്ദ്ര, നീ കണ്ണടച്ചു പിടിക്കണം മോനേന്ന് അമ്മ, അല്ലെങ്കിൽ വെറുതെ പോലീസ് നിന്നെ സംശയിക്കും, അട്ടക്കിടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മ. മേഡം ഒരു നോട്ടം അന്നേരം അമ്മയെ നോക്കി. പല്ലവിയെ ഒരുപാട് തവണ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവളെ കാണാതായതിൻ്റെ പിന്നിലും നീ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അതിനുള്ള ഉത്തരം തന്നേ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വെച്ച് നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമോ ഇവർ. അങ്ങനെ ഇന്ദ്രനും പോലീസും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിയാണ് ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിയെയും. പല്ലവി അവിടെ ഇരിക്കുന്നു, സേതുവാണെങ്കിൽ അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്നു. പുറത്തെ മഴയ്ക്ക് ഇടിക്കുന്നു, ഒരു കുറവുമില്ല. തീരുന്നതനുസരിച്ച് മെഴുകുതിരി കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്ത് തനിക്കെന്താ പേടിയാണോ, താനെന്താ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എന്ന് സേതു പല്ലവിയോട് ചോദിച്ചു. അല്ല പിന്നെന്താ, അപ്പോൾ എനിക്ക് തന്നെ വിശ്വാസമുള്ളിടത്തോളം കാലം മറ്റൊരാളുടെ വാക്കിന് ചെവി ഞാൻ കൊടുക്കില്ല എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ പല്ലവി. പിന്നെ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ എന്ന് സേതുവിനോട് പല്ലവി പറയാം. അച്ഛൻ എൻ്റെ കൂടെ നിൽക്കും, അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. സാരമില്ല, അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞപ്പം അയ്യോ പല്ലവിയെ കാണാതെ അവരിപ്പോൾ വിഷമിക്കുന്നുണ്ടാവുമല്ലേ എന്ന് സേതു ചോദിച്ചപ്പം അത് മാത്രമേ സേതുവായിട്ട് ഇപ്പം എൻ്റെ വിഷമം എന്ന് പറഞ്ഞു. പല്ലവിയെ നാളെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മളിതിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പുറത്തോ നല്ല ഇടിയും മിന്നലും വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ പല്ലവി വേണമെങ്കിൽ കിടന്നോളാൻ പറഞ്ഞു. നേരം വെളുക്കാനേ ഇനിയും സമയമുണ്ടെന്നും സേതു പല്ലവിയോട് പറയുക. പല്ലവി ഇങ്ങനെ പേടിച്ചെങ്ങനെ ഇരിക്കുവാണ്. പല്ലവി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ഉറക്കം വരുന്നില്ല, പല്ലവി ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവിയോട് കിടന്നോളാൻ പറഞ്ഞിട്ട് സേതു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സേതു പല്ലവിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ പല്ലവിയുടെ അച്ഛനും അമ്മയോടെ ഇരിപ്പുണ്ട്, ഇന്ദ്രനും അമ്മയും അവിടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുമുണ്ട്. ഈ സമയത്ത് രാജലക്ഷ്മി മോനെ പല്ലെറിഞ്ഞ് നോക്കുന്നു, ശോഭയും അതുപോലെ തന്നെ നോക്കുന്നു. അന്നേരം എടി, എൻ്റെ മോനെ കുറ്റവാളികളെ പോലെ നിർത്തുന്നത് കണ്ടപ്പോൾ നിനക്ക് സന്തോഷമായില്ലേടി ചോദിച്ചു. എൻ്റെ മോളെ കാണാതായതിൻ്റെ പിന്നിൽ ഇവരും പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെന്ന് ശോഭാമ്മ പറഞ്ഞു. അപ്പം അമ്മ മിണ്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പറയാം, എൻ്റെ മോളെ ഇവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഇനി രാജലക്ഷ്മിക്ക് ഇവനെ കാണണമെങ്കിൽ ഇവൻ്റെ ഫോട്ടോ നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നമ്മുടെ ശോഭാമ്മ. അപ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജലക്ഷ്മി വിളിച്ചപ്പോൾ ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അമ്മ ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ ഇന്ദ്രൻ. ഈ പോലീസ് സ്റ്റേഷനാണെന്നോ ഞാൻ നോക്കില്ല എന്നും പറഞ്ഞ് ഇന്ദ്രൻ പറയുമ്പോൾ മിണ്ടാതിരിടാ, ഇവിടെ കിടന്ന് ബഹളം വെച്ച് തോക്കിയെടുത്ത് ലോക്കപ്പിലിടുമെന്ന് പറഞ്ഞു നമ്മുടെ പോലീസുകാരൻ ഇന്ദ്രനോട്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ തുറച്ച് നോക്കിയപ്പോൾ എന്താണ് നീ ചെറിയുന്നേ എന്ന് സാറ് ചോദിക്കുക. എടാ ആരോടും തട്ടിക്കറാൻ പോകണ്ട മോൻ്റെ നിരപരാധിത്വം ദൈവങ്ങൾ തെളിയിക്കും, നിന്നെ എനിക്കേ അറിയൂ, നിൻ്റെ സ്വഭാവം എനിക്കേ അറിയൂ എന്ന് ഇന്ദ്രനെ കുറിച്ച് അമ്മ പറയുമ്പം നിനക്ക് മാത്രമല്ല ഇവൻ്റെ സ്വഭാവമേ എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പക്ഷെ ഞങ്ങളെ അത് അറിയാൻ ശ്രമിച്ചില്ല, അവിടെ ഞങ്ങൾക്ക് പാളിച്ച പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ശോഭാമ്മ പറഞ്ഞു. അപ്പോൾ പാളിച്ച നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ് പറ്റിയത്. പാവം ഒരു കൊച്ചല്ലേ, അതിനൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഒരു രാക്ഷസിയല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് കെട്ടിയെടുത്തത്, കെട്ടിയവൻ്റെ കഴുത്തിറക്കാൻ മടിക്കാത്തവളാണ് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു രാജലക്ഷ്മി കിടന്ന് ഒച്ച വയ്ക്കുക. അവൾ ഇറങ്ങിപ്പോയത് എൻ്റെ കുഞ്ഞിൻ്റെ തലക്കടിച്ചിട്ട് അറിയൂ എന്നൊക്കെ ചോദിച്ചു.
കുഞ്ഞിൻ്റെ മാത്രമല്ല തള്ളയുടെയും തല തല്ലി പൊട്ടിക്കണമായിരുന്നു. നിനക്കൊക്കെ അത് ആവശ്യമാണെന്ന് ശോഭമ്മ. അപ്പോൾ അതേ നിങ്ങളെ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ചെല്ലുമ്പോൾ ശോഭ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മാഷ് മിണ്ടാതിരിക്കുക, എനിക്ക് ഇവനെ ഇവളെയും കാണുമ്പോൾ രക്തം മൊത്തത്തിൽ തിളച്ച് കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശോഭമ്മ. അപ്പം നിൻ്റെ തിളപ്പ് ഞാൻ മാറ്റി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങ് ചെല്ലുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ട് മേഡം അങ്ങോട്ടേക്ക് വന്നു. രണ്ടും കൂടെ അവിടെ കിടന്ന് പോരാടി. അപ്പോൾ മേഡം വന്നു. ഇവിടെ എന്താ ഇതാ എന്നും ചോദിച്ചു. ചന്തയല്ല എന്ന് പറഞ്ഞു. അന്യായം കണ്ടാൽ ഞാൻ ഇടപെടും, അത് പോലീസ് സ്റ്റേഷനല്ല, എവിടെയാണെങ്കിലും ഞാൻ ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജലക്ഷ്മി പറയുമ്പോൾ എൻ്റെ പൊന്ന് സാറേ ഇവരുടെ കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ പറഞ്ഞു മേഡത്തിനോട് നമ്മുടെ ശോഭമ്മ. അപ്പം നിങ്ങളോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശോഭയോട് പറയുകയാണ് മേഡം. മോനെ നീ ഇവരുടെ വിരട്ട് കണ്ടൊന്നും പേടിക്കണ്ടടാ, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അമ്മയുണ്ട് കൂടെ എന്ന് പറഞ്ഞു രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുമ്പം ഇതും കേട്ട് നമ്മുടെ മേഡം അങ്ങോട്ടേക്ക് വരിക. അമ്മയ്ക്ക് മാത്രമേ ഇവനെ വിശ്വാസമുള്ളൂ, എനിക്ക് തീരെ വിശ്വാസമില്ല. പല്ലവിയെ കാണാതായതിൻ്റെ പിന്നിൽ എനിക്ക് ഇവനെ തന്നെയാണ് സംശയം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ മേഡം വെറുതെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ മേഡം, പല്ലവി നിയമപ്രകാരം ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവളെ അപകടപ്പെടുത്താനോ അപമാനിക്കാനോ ഞാൻ ശ്രമിക്കുമെന്ന് ചോദിച്ചപ്പം ഇന്ദ്ര നീ ഒരുപാട് കയറി നല്ലവനായിട്ട് സമയം നിൽക്കല്ലേ, കേട്ടല്ലോ, നീ എന്താണെന്നും നിൻ്റെ സ്വഭാവം എന്താണെന്നും പല്ലവി ആദ്യം തന്നെ പറഞ്ഞത് എന്നോടാ, അറിയാവല്ലോ. പിന്നെ നിങ്ങളത് നോക്കി നിൽക്കുകയൊന്നും വേണ്ട. നിന്റെ വീട്ടിൽ നിന്ന് പല്ലവി ഇറങ്ങിയ ദിവസം അവൾ നേരെ വന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മയും മോനും ഒന്ന് ചൂളിപ്പോയി അവിടെ എങ്ങനെ നിൽക്കുന്നത്. അന്ന് പല്ലവി ഇവിടെ നിന്റെ പേരിൽ എഴുതി തന്ന പരാതിയെ പല്ലവി ഞങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. എന്താ നിനക്ക് കാണണമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അമ്മ മോനെ നോക്കിക്കൊണ്ട്. താനതൊന്നെടുത്ത് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരനോട് പറഞ്ഞു. പോലീസുകാരൻ അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് മാത്രം മതി നിന്നെ പൂട്ടാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് മേഡം, ഇതിൽ പല്ലവിയുടെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് MCM കോളേജിലാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെയാണോ? അപ്പോൾ ഇവരെല്ലാവരും കൂടെ വെളുപ്പായ നേരം വെളുത്തു. പോലീസ് ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരിതൊന്നും അറിയാതെ അകത്തിരിക്കുവാണല്ലോ. അപ്പോൾ വാച്ച്മാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാർ, എന്താ പ്രശ്നം, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ഇയാളൊന്നും അറിയാത്ത പോലെ നിൽക്കുക. ഞങ്ങൾക്ക് ഈ കോളേജ് ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെന്താ മേഡം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇയാൾ ഇന്ദ്രനെ ഇങ്ങനെ നോക്കുക. ഇന്ദ്രൻ അന്നേരം ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മൊബൈൽ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ അതിലെല്ലാം കയറി ഇറങ്ങി ഓരോ ക്ലാസ് മുറികളും ഇങ്ങനെ നോക്കി വരും. വാച്ച്മാനും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലായിടവും തപ്പി ഇവർ നടന്ന് ചെന്നപ്പോൾ ഒന്നും അവിടെ ഒന്നും കാണുന്നില്ല. പലവിയുടെ ഭാഗം അവിടെ ഇരിക്കുന്നത് ഇവരുടെ കയ്യിൽ കിട്ടി. അപ്പോഴത്തേക്ക് ശോഭയ്ക്ക് ടെൻഷനായി. ശോഭ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക. ഈ സമയത്ത് പുറത്ത് നിന്ന് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം ഇവരകത്തിരുന്ന് കേട്ടു. ആരോ വന്നെന്നാ തോന്നുന്നത്, വന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ പോലീസ്, വീട്ടുകാർ എല്ലാവരും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. തീർന്ന് നിൽക്കുകയാണ് നേരത്തേക്ക് നമ്മുടെ സേതുവും അതുപോലെ പല്ലവിയെയും സേതുവിനെ ഈ ഒരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും ആകെ ഞെട്ടിപ്പോയി. ഇന്ദ്രൻ മാത്രം ഒരു സൈഡ് ചെരിഞ്ഞൊരു നോട്ടം നോക്കി നിൽക്കുക. പോലീസുകാർ വല്ലാത്തൊരിതിലായി പോയിട്ടോ. ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതെപ്പോഴാണ് രണ്ടുപേരും കൂടി ഇതിനകത്ത് കയറിയേ എന്ന് ഒന്നും അറിയാത്തതുപോലെ വാച്ച്മാൻ ചോദിക്കുന്നു. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് പുറത്തു വെച്ച് ആയിക്കൂടായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ടും അപമാനിക്കുകയാണ്. സതീശേട്ടാ അനാവശ്യം പറയരുതെന്ന് പല്ലവി പറഞ്ഞു. ഞങ്ങൾ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരാ വന്ന് ലോക്ക് ചെയ്തതെന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരെ നോക്കുക. അടക്കി പിടിച്ച് സംസാരിച്ച ആളുള്ള വിവരം ഞാനെങ്ങനെ അറിയേണ്ടി ഇത്രേ, അല്ലെങ്കിൽ നിങ്ങൾ ആരും കാണാതെ ഏതെങ്കിലും മൂലയിലിരുന്ന് രഹസ്യമായിട്ടായിരിക്കും സംസാരിച്ചതെന്നൊക്കെ വാച്ച്മാൻ. അപ്പം മിണ്ടാതിരിടോ എന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യപ്പെട്ടപ്പം ഡാഡാ വെറുതെ ഈ പാവത്തിനോട് ദേഷ്യപ്പെടണ്ട, നിന്റെ ഇവളുടെയും കള്ളത്തരമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു നമ്മുടെ രാജലക്ഷ്മി വന്ന്. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ശോഭ. അവളുടെ രാവുകളിലെ പോസ്റ്റർ പോലെ വേഷമിട്ടവൾ നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപമാനിക്കട്ടെ നമ്മുടെ പല്ലവിയെ. ഇന്ദ്രൻ ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കാം. ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഇവളും ഇവനും ഇഷ്ടത്തിലാണെന്ന്. എന്നിട്ട് എന്തൊക്കെയായിരുന്നു സാറിൻ്റെ പ്രഹസനങ്ങൾ? ഇവൻ്റെ കൂടെ പൊറുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവൾ എൻ്റെ ചെറുക്കൻ്റെ തലയും തല്ലി പൊളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരുടെ മുന്നിൽ വെച്ച് വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നു രാജലക്ഷ്മി. പല്ലവി അന്നേരം ഇവനെ ഇങ്ങനെ നോക്കും, അതും ഇന്ദ്രനെ. ഇവന് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഈ വീഴ്പ്പിന് ഇവൻ ചുമക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണേ. അങ്ങനെ ഒരുപാട് അപമാനിക്കുക പല്ലവി. ഇതൊക്കെ കണ്ടിട്ട് ഇവരൊന്നും മിണ്ടുന്നില്ല. അച്ഛനും അമ്മയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അവിടെ. അവളെക്കുറിച്ച് എന്തൊക്കെ വീരവാദങ്ങളാണ് പറഞ്ഞത്. എൻ്റെ മോള് നല്ലവളാ, അവളെ പോലെ ഉള്ള മോളെ കിട്ടി ഞങ്ങളുടെ പുണ്യവാ. ഇപ്പം കണ്ടില്ലേ പുണ്യമതി കാമുകൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെല്ലാം പറയുക. അച്ഛനും അമ്മയും തലയും കുനിച്ച് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതുങ്ങൾക്കൊന്നും മിണ്ടാനൊരു വോയിസ് ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഷർട്ട് പോലും ഇപ്പം എടുത്തിട്ടതായിരിക്കും അല്ലേ സൗണ്ട് കേട്ടപ്പം എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട് ഇത്തരം ചിരിക്കുന്നു. പോലീസിന് ഇപ്പം മനസ്സിലായല്ലോ എൻ്റെ മോൻ നിരപരാധിയാണ് എന്നുള്ളത്. വെറുതെ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ കൊതുകേടി ഒളിപ്പിച്ചതെന്നൊക്കെ രാജലക്ഷ്മി SIയോട് ചോദിക്കാം.
അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സമയത്ത് പല്ലവിയെയും സേതുവിനെയും നോക്കുവാണ് നമ്മുടെ മേഡം. അപ്പോൾ പല്ലവി, നിങ്ങൾ എങ്ങനെയാ ഇതിനകത്ത് പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ പറയാം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി A to Z കാര്യങ്ങൾ മേഡത്തിനോട് പറയുക. അത് കേട്ടപ്പോൾ മേഡത്തിന് കാര്യം മനസ്സിലായി. ഇവളെ പഠിച്ച കളിയാണെന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ നേരെ ഈ രാജലക്ഷ്മി ചെല്ലുമ്പോൾ പല്ലവിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുമെന്ന് സേതു പറഞ്ഞു. അപ്പം കണ്ടോ ഇവൻ ചീറുന്നത് കണ്ടോ? ഇവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാ ഇവൻ ചീറുന്നത്. അപ്പം ചീറുക മാത്രമല്ല, ഇനി നിങ്ങൾ പല്ലവിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങളെ ഞാൻ തല്ലുമെന്ന് സേതു പറഞ്ഞു രാജലക്ഷ്മിയോട്. നീ തല്ലാൻ വന്നാലേ എൻ്റെ കൈ പുളി പറിക്കാൻ പോവല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് നീ ഇവളെ ന്യായീകരിക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതുവിനോട് ചീറി ചെല്ലുവാണ് രാജലക്ഷ്മി. ഇവളുണ്ടല്ലോ, ഇവള് കള്ളത്തരത്തിന് കൈയും കാലും വെച്ചവളാ. ഇവൾ ഇനി പലരെയും വിളിച്ച് മുറിക്കകത്ത് കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപമാനിച്ച് സംസാരിക്കാം. ഇതൊക്കെ കേട്ട അച്ഛൻ ഇങ്ങനെ തകർന്നു നിൽക്കുന്നു. അമ്മയും എന്താ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും പറയാനില്ലേ? മോളെ എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ വരുന്നതാണല്ലോ, എന്തു പറ്റി, എന്താടി ഇപ്പം നിനക്ക് പിടിക്കണ്ടേ എന്ന് ശോഭാമ്മയോട് ഈ രാജലക്ഷ്മി ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് ഇന്ദ്രൻ സന്തോഷത്തോടെ നിൽക്കുന്നു. നിങ്ങൾക്ക് പറ്റില്ല, കാരണം നിങ്ങളുടെ മോള് കാണിച്ചത് ശുദ്ധ പോക്രിത്തരമാണെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലേ? ഒന്നും മിണ്ടാനില്ലാതെ നമ്മുടെ സേതു ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും മോളെ നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണം അതെന്തായാലും കാണിച്ചു. ഇതിനു മുമ്പ് ഇവൾ എവിടെയൊക്കെ കയറി കഥ കടച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അമ്മേ ഇവർ പറയുന്നത് പോലെയൊന്നും അല്ല, ഞങ്ങൾ അബദ്ധത്തിൽ ഇതിനകത്തായി പോയതാണെന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറയുമ്പോൾ അമ്മ മോളെ ഒരു നോട്ടം, അതുകൊണ്ട് ടീച്ചറുടെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ആ വാച്ച്മാൻ ചേട്ടൻ പറയണം. ശരി, അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടു എന്ന് തന്നെ വെച്ചോ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? അപ്പം ഞങ്ങളുടെ 2 പേരുടെ ഫോണിൽ നിന്നും കോള് പോകുന്നില്ലായിരുന്നു എന്ന് സേതു പറഞ്ഞപ്പം സേതു പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇയാൾ പറയാം. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, സേതു ഇവിടേക്ക് വന്നതേ ഇവൻറ്റിന് വേണ്ടി മാത്രമല്ല എന്നുള്ളത്. ചിലതൊക്കെ മനസ്സിൽ കണ്ടട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അതാ പല്ലവി ടീച്ചറെ വിളിച്ച് മുറിയിൽ കയറ്റാനായിട്ട് ചുറ്റിപ്പറ്റി നിന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പല്ലവിയെ വിശ്വാസമാണെന്ന് പറയുന്നു. പല്ലവി വന്നാൽ ഇപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണെന്ന് ഇന്ദ്രൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ പല്ലവിക്ക് കാര്യം മനസ്സിലായി, അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇനി പല്ലവിയുടെ ധൈര്യം എന്താണെന്ന് ഇന്ദ്രൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണേ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.